ഉമ്മൻചാണ്ടിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഉമ്മൻചാണ്ടിയെ ഞാൻ പെണ്ണുകേസിൽ കൊടുക്കുന്നൊക്കെ പലവട്ടം പല നാളുകളിൽ സുധീറിനോട് തന്നെയാണോ ഇത് ഗണേഷ് എന്നോട് സൗഹൃദ സംഭാഷണത്തിൽ പറയുമായിരുന്നു. പക്ഷെ അന്നെല്ലാം നമ്മൾ കണ്ടത് ഒരു മന്ത്രിയാകാൻ ഒക്കാതെ വന്ന സാഹചര്യത്തിൽ മനോവിഷമത്തിൽ ഏതൊരാളിനും ഉണ്ടാകുന്ന വൈകാരികമായ പ്രയാസമായിരിക്കും ആ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഗണേഷ് കുമാർ സാറിനെ ഉമ്മൻചാണ്ടി സാറും UDF-ഉം സംരക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കുവാനോ ആ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിപ്പിക്കുവാനോ തയ്യാറായില്ല. എന്നാൽ 2013 ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ തന്നെ മർദ്ദിച്ചു എന്നതിന്റെ പേരിൽ പരാതി നൽകി. കൊട്ടാരക്കര കോടതിയിൽ ഗണേഷ് കുമാറിനെതിരെ സാക്ഷിമൊഴി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്ന ശ്രീ സുധീർ മലയിൽ. എന്താണ് ഇക്കാര്യത്തിൽ സുധീർ മലയിലിന് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. താങ്കൾ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഒരു സാക്ഷിമൊഴി നൽകിയിരിക്കുകയാണ്. അതായത് ഉമ്മൻചാണ്ടിയെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കും എന്ന് അദ്ദേഹം താങ്കളോട് പറഞ്ഞതായിട്ടാണ് താങ്കൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ തന്നെ മർദ്ദിച്ചു എന്നതിന്റെ പേരിൽ പരാതി നൽകി. ആ പരാതിയും മന്ത്രിസഭയുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കേസെടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ UDF ഭാഗത്തു നിന്നുണ്ടായി. സത്യം പറയാതിരിക്കാൻ പാടില്ല. പക്ഷെ നേരിട്ട് DGP-ക്ക് മൊഴി നൽകി കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമതി യാമിനി തങ്കച്ചി നിൽക്കുന്ന സാഹചര്യത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ആകുന്ന സാഹചര്യം ഉണ്ടായി. കേസെടുത്ത സാഹചര്യത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു മന്ത്രിസഭയിലെ അംഗമായ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരംഗമായ ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു മന്ത്രിസഭയെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രി ഉടൻ രാജിവെക്കുകയാണ്. അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ സാറിനെ ചുമതലപ്പെടുത്തി ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അദ്ദേഹം UDF നേതാക്കന്മാരെയും മറ്റും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്താൽ അശ്രാന്ത പരിശ്രമം നടത്തി ആ കേസ് ഒത്തുതീർപ്പാക്കുകയുണ്ടായി. ഒത്തുതീർപ്പാക്കി ആ കേസിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ തിരികെ മന്ത്രിയാകുവാൻ വളരെയധികം ആഗ്രഹിച്ചു. തീർച്ചയായും ഞാനും അദ്ദേഹം തിരിച്ച് മന്ത്രിയാകണം എന്നാഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹവുമായുള്ള അടുപ്പം, അദ്ദേഹവുമായുള്ള ബന്ധം ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ മന്ത്രിയാകാനേ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എന്റെ സൗഹൃദവും എന്റെ സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള സമയത്ത് പല നാളുകളിൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് പറയുമായിരുന്നു, കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ ഞാൻ കാണിച്ചു തരാം, UDF നേതാക്കന്മാരെയൊക്കെ ഞാൻ പെണ്ണുകേസിൽ കൊടുക്കും, ഉമ്മൻചാണ്ടിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഉമ്മൻചാണ്ടിയെ ഞാൻ പെണ്ണുകേസിൽ കൊടുക്കും എന്നൊക്കെ പലവട്ടം പല നാളുകളിൽ സുധീറിനോട് തന്നെയാണോ ഇത് ഗണേഷ് എന്നോട് സൗഹൃദ സംഭാഷണത്തിൽ പറയുമായിരുന്നു. പക്ഷെ അന്നെല്ലാം നമ്മൾ കണ്ടത് ഒരു മന്ത്രിയാകാൻ ഒക്കാതെ വന്ന സാഹചര്യത്തിൽ മനോവിഷമത്തിൽ ഏതൊരാളിനും ഉണ്ടാകുന്ന വൈകാരികമായ പ്രയാസമായിരിക്കും ആ പറയുന്നത്. പക്ഷേ പിന്നീട് 2015 അദ്ദേഹം ഇടതുപക്ഷവുമായി അടുക്കുന്നു, മുന്നണി വിടാൻ തീരുമാനിക്കുന്നു, ഇടതുപക്ഷ ചേരിയിലേക്ക് നിന്നുകൊണ്ട് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. പക്ഷെ സോളാർ സ്കാം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നു 2015 ശേഷം. 2016 കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയും UDF നേതാക്കന്മാരുമൊക്കെ
ഈ സരിതാ നായരുമായുള്ള ലൈംഗിക കേസുകളിൽ പെട്ടിരിക്കുന്നു. ലൈംഗികമായ ആരോപണങ്ങൾ അതിൽ പരാമർശിക്കപ്പെട്ടു. അദ്ദേഹം അന്ന് പറഞ്ഞത് വൈകാരികമായിട്ട് താങ്കൾ ഒരുപക്ഷെ കണ്ടിരുന്നു അതിനെ, അദ്ദേഹം പറഞ്ഞതിനെ വൈകാരികമായിട്ട് ചിലപ്പോൾ പറഞ്ഞതാകാം. പ്രയാസത്തിലാകും. ഈ ലിസ്റ്റ് വന്നപ്പോൾ UDF നേതാക്കളുടെയും ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള പേരുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് പറഞ്ഞ വൈകാരികത മാത്രമായിരുന്നില്ല, അതിയായ പക, വിദ്വേഷം, വിരോധം, ശത്രുത ഇതൊക്കെ ഉള്ളിൽ സൂക്ഷിച്ച് പെരുമാറുകയായിരുന്നു. പറഞ്ഞത് പ്രാവർത്തികമാക്കി എന്നതാണ്. പറഞ്ഞത് അതേപോലെ പാലിച്ചിരിക്കുന്നു. വളരെ മനോവിഷമം ഉണ്ടാക്കി. ഈ സോളാർ പരാതിക്കാരിയുടെ ഒരു പരാതിയിൽ പേജുകൾ അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്തതാണെന്നാണ് മുമ്പ് ശരണ്യ മനോജും ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമെന്ന് പൊതുജനങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അടുത്തിടെ ശരണ്യ മനോജ് ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പത്തനാപുരത്ത് തന്നെ വെച്ച് ചാണ്ടി ഉമ്മൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, തൻ്റെ കുടുംബം, തൻ്റെ അപ്പായെ ഇല്ലാതാക്കിയത് ഗണേഷ് കുമാറിൻ്റെ ഒരു കറുത്ത കരങ്ങളായിരുന്നു അതിൻ്റെ പിന്നിലെന്ന്. അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? താങ്കൾ ഇപ്പോൾ നൽകിയ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി ചേർത്ത് വായിക്കും. അത് ഒരു മകനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന്റെ പിതാവ് വളരെ വേഗം മരണപ്പെട്ടത് ഇത്തരത്തിലുള്ള സഹിക്കാനാകാത്ത, പൊറുക്കാനാകാത്ത ഒരു വലിയ കേസിൽ പെട്ടു എന്നുള്ളത് അദ്ദേഹത്തെ മാനസികമായി തകർത്തു എന്നുള്ളത് സത്യമാണ്. ഞങ്ങളൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ആളാണ് സാറുമായിട്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും വേഗം മരിക്കുമായിരുന്നില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പോ അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ തീർച്ചയായും ആ മനസ്സിന്റെ ഉള്ളിൽ ഉള്ള വിങ്ങൽ, ആ മകന്റെ, ആ ചെറുപ്പക്കാരന്റെ വിങ്ങൽ, അതാണ് അവിടെ പ്രതിഫലിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ചാണ്ടി ഉമ്മന്റെ ആ ഒരു പരാമർശത്തെ മന്ത്രി ഗണേഷ് കുമാർ തീർത്തും എതിർത്തത് തൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു എന്നാണ്. ആ ഒരു ആരോപണം, അദ്ദേഹം പറഞ്ഞ ആ ഒരു പരാമർശം എത്രമാത്രം ശരിയുള്ളതാണെന്ന് തോന്നുന്നു? നോക്കൂ, അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണി അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. സ്വന്തം പിതാവ് ഒരു മകനെ പോലും പറയാത്ത തരത്തിലുള്ള അറപ്പും ഉളുപ്പും ഉള്ള പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചു, പുറന്തള്ളി. സ്വന്തം മക്കൾ, രക്തത്തിൽ കുരുത്ത മക്കൾ തള്ളി പറഞ്ഞു. എന്തിനേറെ പറയണം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മാഭിമാന ശൃംഖല, ആത്മാഭിമാന ചങ്ങല പത്തനാപുരത്തുടനീളം സ്ത്രീ ജനങ്ങളെ നിരത്തിക്കൊണ്ട് സൃഷ്ടിച്ചു. ഇങ്ങനെ പ്രതിഷേധത്തിന്റെ ചക്രവ്യൂഹം സൃഷ്ടിച്ചിട്ടും അവിടെയെല്ലാം ഒരു മകനെ പോലെ ഉമ്മൻചാണ്ടി സാർ സംരക്ഷിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഈ ലോകത്തിനറിയാം. അങ്ങനെയുള്ള ആ മനുഷ്യനെ സ്വന്തം ഭാര്യ ഗാർഹിക പീഡന കേസ് പരാതി നൽകിയിട്ട് കേസ് എടുക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ച ഒരു മനുഷ്യൻ, കേസ് എടുക്കേണ്ടി വന്നപ്പോൾ അറസ്റ്റിന് മുമ്പ് തൽക്കാലം രാജിവെക്ക്, പിന്നീട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് സംരക്ഷിച്ച മനുഷ്യൻ, സ്വന്തം പിതാവ് പാർട്ടി ചെയർമാൻ, മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് രേഖാമൂലം കത്ത് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും നൽകിയിട്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച വലിയ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് കുടുംബം തകർത്ത ആള് എന്ന് ചാർത്തി നൽകിയതെങ്കിൽ മുൻപ് അദ്ദേഹം എൻ്റെ പിതൃതുല്യനാണ് ഉമ്മൻചാണ്ടി സാറ് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അദ്ദേഹം തീർച്ചയായും ആ പദങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം. അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെ കല്ലറയിലെങ്കിലും ചെന്ന് ക്ഷമ പറയണമെന്നാണ് എനിക്ക് പറയാൻ. അദ്ദേഹത്തിന്റെ മരണശേഷം ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരുന്നത്. അപ്പം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ സോളാർ കേസ് വലിയ വിഷയമായിട്ട്, ആയുധമായിട്ട് UDF നേതൃത്വമൊക്കെ ഉയർത്തിപ്പിടിക്കാറുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ താങ്കൾ നൽകിയിരിക്കുന്ന ഈ ഒരു മൊഴിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരും, അല്ലെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആയുധമായിട്ട് ഈ സോളാർ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു ആക്ഷേപം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത് എത്രമാത്രം ശരിവെക്കാൻ കഴിയും? അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. നിയമസഭാ ഇലക്ഷന്റെ ഒരു സ്റ്റണ്ടാണ് എന്നാണ് ആരോപണം, അല്ലെ? ഇതേ വാദം ഇന്നലെ കൊട്ടാരക്കര കോടതിയിൽ ബഹുമാനായ ഗണേഷ് കുമാർ സാറിന്റെ
വക്കീല് കോടതിക്ക് മുന്നേ പരാമർശിച്ചു. നിയമസഭാ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ട് ചില സ്റ്റണ്ടിന് വേണ്ടിയിട്ട്, ചില വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ കൊണ്ടുവരുന്നതും അത് മണ്ഡലത്തെ ബാധിക്കും, അതുകൊണ്ട് നിയമസഭാ ഇലക്ഷന് ശേഷം ഈ കേസ് പരിഗണിച്ചുകൂടായോ എന്ന് ആ വക്കീല് ചോദിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ നമ്മുടെ ഭാഗം പറയാനുള്ള വക്കീൽ അഡ്വക്കേറ്റ് ജോളി അലക്സ് തിരിച്ചു പറഞ്ഞത്, ഈ കേസ് 2021 രജിസ്റ്റർ ചെയ്ത കേസാണ്, കൊട്ടാരക്കര കോടതിയിൽ നൽകിയ കേസാണ്. അതിനുശേഷം പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനും കഴിഞ്ഞു. അതിനൊന്നും ഒരു സ്റ്റണ്ട് ഇതിൽ മുമ്പിൽ ഉണ്ടായില്ല. ഇന്ന് നിയമസഭാ ഇലക്ഷന് മുന്നേ ഇതൊരു സ്റ്റണ്ടാണ് എന്ന് പറയുമ്പോൾ എന്തോ ഭയക്കാനുണ്ട്, എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന് കോടതിയുടെ മുമ്പാകെ പറയുകയും ബഹുമാനപ്പെട്ട കോടതി നിയമസഭാ ഇലക്ഷന് ശേഷം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വക്കീലന്മാരോട് പറഞ്ഞത് ആ വാദം തള്ളിക്കൊണ്ട് കൃത്യം 12-ാം തീയതി തന്നെ, ഈ മാസം 12-ാം തീയതി തന്നെ വീണ്ടും കേസ് പരിഗണിച്ചിരിക്കുകയാണ്. അന്ന് ശ്രീ ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ ഹാജരാകുകയും. താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവിൽ എന്നതിലുപരി ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫിൽ അംഗം കൂടിയായിരുന്നു. അദ്ദേഹവുമായി അടുത്ത പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമയത്ത് തുറന്നു പറയുന്നത് എന്ത് ഔചിത്യത്തിന്റെ പുറത്താണ്? അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, 2021 നൽകിയ കേസാണ്. ഞാൻ അന്ന് കൊടുത്ത മൊഴിയാണ്. ഞാൻ കൊടുത്ത മൊഴി ഒന്നും കളവില്ല, സത്യം സത്യമായിട്ടാണ്, നേരിട്ട് ബോധ്യമുള്ളത് മാത്രമേ കോടതിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയധികം ഉമ്മൻചാണ്ടി സാറ് സംരക്ഷിച്ചു കൊണ്ടു നടന്ന ഒരാൾ അദ്ദേഹത്തെ തള്ളു പറഞ്ഞ് ഒറ്റുകൊടുത്തുകൊണ്ട് മറുപാളയത്തിൽ പോയി മന്ത്രിയാകാൻ കഴിഞ്ഞുവെങ്കിൽ അതിനെയാണ് ചതിയെന്നും വഞ്ചനയെന്നും ഒറ്റുകാരനെന്നും ഒക്കെ പറയുന്നത്. ഇല്ലാ കഥകൾ സൃഷ്ടിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ സത്യം ചുരുളഴിച്ചു കൊണ്ടുവരുവാൻ എന്നാൽ കഴിയുന്ന സത്യം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ കോടതിക്ക് മുന്നിൽ ഹാജരായതും അത് പറഞ്ഞതും. അത് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും വേണ്ടുന്ന സമയങ്ങളിൽ വേണ്ടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ഭയങ്കര ഒരു വികാരമായിരുന്നു കേരളക്കരയ്ക്ക് മൊത്തം. അപ്പം ആ ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ശ്രമിക്കുമോ? ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകും? മനസ്സാക്ഷിയുടെ വികാരമാണ്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ പോലെ കാരുണ്യ പ്രവർത്തനത്തിന്റെ കർമ്മവീതികളിൽ ഇത്രയധികം പടയോട്ടം നടത്തിയ ഒരു പൊതുപ്രവർത്തകൻ ഇനി ഉണ്ടാകുകയില്ല എന്ന് പോലും വിശ്വസിക്കുന്ന പൊതുസമൂഹമാണ് നമുക്കുള്ളത്. അത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആ മനുഷ്യനെ ഓർത്ത് കേരളം വിങ്ങുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ഒരു കാലം തിരികെ വരാൻ ഈ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താകും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. കേരളം അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുധീർ മലയിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പ്രൈം ന്യൂസുമായി പങ്കുവച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന സുധീർ മലയിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലും സോളാർ വിഷയം ആളിക്കത്തുമെന്നതിൽ സംശയം വേണ്ട. നമസ്കാരം.